എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ പുതിയൊരു വീഡിയോ ഈ ഒരു വീഡിയോ ഓസ്ലറിനെ പറ്റിയാണ്. നിങ്ങൾ കുറേ പേര് ചിലപ്പോൾ ഓസ്ലർ കണ്ടിട്ടുണ്ടാവും, ചിലർ കാണാൻ പോകുന്നുണ്ടാവും. എല്ലാവരും എന്നെപ്പോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കുറേ പേരോട് ചോദിച്ചു, കുറേ പേരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഏത് റീസൺ കാരണമാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ മൂവി കാണാൻ പോകുന്നത്? കുറേ പേരുടെ ഉത്തരം മമ്മൂക്ക അതിലുണ്ടെന്നാണ് കേട്ടിട്ട്, അതുകൊണ്ട് ഞാൻ കാണാൻ പോകുന്നുണ്ട്. വേറൊരാൾ ചോദിച്ചപ്പോൾ കുറേ പേർ പറഞ്ഞു മിഥുൻ മാനുവൽ തോമസ് കാരണമാണ് ഞാൻ സിനിമ കാണാൻ പോകുന്നത്. കാരണം അഞ്ചാം പാതിര അത്ര അടിപൊളി സിനിമയായിരുന്നു. ജയറാമേട്ടൻ്റെ കംബാക്ക് പ്രതീക്ഷിച്ച് കുറേ പേര് പോകുന്നുണ്ട്. അത് ഒരു ഫാക്റ്റ് തന്നെയാണ്, അതൊരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. മൂടിയൊന്നും ഇരിക്കണേ. അപ്പോൾ ശരി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടൊരു ലേറ്റസ്റ്റ് ഇമേജ് ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ കാണിച്ചു തരില്ല, അവസാനം കാണിച്ചു തരാം. അതുകൊണ്ട് സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ചിലപ്പോൾ ഞാൻ തമ്മിലിൽ കൊടുക്കും. ഞാൻ തമ്മിൽ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ. ബട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഒരു വ്യക്തി ഇതിൻ്റെ ലൊക്കേഷനിൽ വന്നിട്ട് ഒരു വെള്ള ഡ്രസ്സ് ഇട്ട് വന്നിട്ട് കുറച്ച് നമുക്ക് പരിചയമുള്ള ഒരു സൂപ്പർ സ്റ്റാറോടൊപ്പം വർത്തമാനം പറയുന്നു, ഡയറക്ടറുടെ വർത്തമാനം പറയുന്നു, തൊട്ടടുത്ത കാസ്റ്റ് വേറെയുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തെന്ന് വെച്ചാൽ 54 ദിവസത്തോളം ഷൂട്ട് ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ കാണാതിരുന്ന ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ജയറാമേട്ടനോടൊരു ചോദ്യമാണ്. ജയറാമേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ അത്ര ദിവസം ഉണ്ടായിട്ട് മമ്മൂക്കനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്താണോ പുള്ളിക്കാരൻ കയറി വന്നതും അതും ചോദിക്കാണ്ട്. പക്ഷേ ഈ ഒരു ഇമേജിൽ നമ്മളെന്തായാലും സ്റ്റണ്ടബിളിനല്ല എന്തെങ്കിലും കാണുന്നത്. അത് സ്വന്തം ജയറാമേട്ടനെ തന്നെയാണ്, മിഥുൻ മാനുവൽ തോമസിനെ തന്നെയാണ്. ആ വെള്ള ഷർട്ടും ഒരുതരം ബേജ് കളർ പാൻറ്റും ഒരു ചെരുപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു വ്യക്തി, ഇറ്റ്സ് നൺ അതർ ദാൻ അവർ സ്വന്തം മമ്മൂക്ക. യെസ്, ഇത് സെറ്റ് ഇമേജ് ആണ്. എനിക്ക് തോന്നുന്നു ഒരു എന്തോ പഴകിയ ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് നിൽക്കുന്നൊരു ലൊക്കേഷനാണ്. അത് വേറെ കാര്യം. ലൊക്കേഷനിൽ നിൽക്കുന്നൊരു ഷൂട്ടാണ്. അബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന പേരെടുത്ത് നമ്മുടെ ഒപ്പം നടക്കുന്ന നമ്മുടെ ജയറാമേട്ടൻ തൊട്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ നിങ്ങൾ കുറേ പേര് ഈ ഇമേജ് ഇപ്പോൾ ട്വിറ്ററിലുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ കൂടെ കാണാം. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം പ്രതീക്ഷിക്കാം, മമ്മൂക്ക എന്തായാലും ഈ ഒരു മൂവിയിലുണ്ട്. നിങ്ങളെന്തായാലും അത് കാണാൻ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് എല്ലാവർക്കും നന്ദിയുണ്ട്. 500 വ്യൂസ് കിട്ടി, വലിയ കാര്യം. ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും ഇതിന് സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് അതിൻ്റെ ആവശ്യം തോന്നിയില്ല. ഞാനത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം കുറേ പേര് ചോദിച്ചു എന്തിനാ വെറുതെ, പിന്നെ ആരും കമൻറ്റും ചെയ്തില്ല, അതുകൊണ്ട് ഞാനത് ഇട്ടില്ല. അത് വേറെ കാര്യം. പിന്നെ ഭയങ്കര വയ്യായി ഉണ്ടായിരുന്നു കുറച്ച് ദിവസം, അതുകൊണ്ടാണ് എനിക്ക് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ടു ദ ടോപ്പിക്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ മമ്മൂക്കയുടെ തന്നെ അടുത്ത് വരേണ്ടിരിക്കുന്ന ചിത്രം, അതായിട്ടുള്ള ബ്രഹ്മയുഗത്തിൻ്റെ വീഡിയോസ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ആ വീഡിയോസും നിങ്ങൾക്ക് എന്തായാലും റെക്കമെൻഡേഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മമ്മൂക്ക ഈസ് ഗോയിങ് ടു റോക്ക് ഇൻ അബ്രഹാം ഓസ്ലർ. വില്ലനാണെങ്കിൽ അടിപൊളി, ഒരുതരം സൈഡ് ക്യാരക്ടർ ആണെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫിക്കേഷൻ മോഡ് കിട്ടില്ല. കാരണം ഡെവിൾസ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരാൾ ഡെവിളാവണ്ട, എന്നാലും ചുറ്റിപ്പറ്റി നിൽക്കുന്നാൽ എങ്ങനെ ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു ആലോചന. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോസിനായി ഫോളോ ചെയ്യുക. പറഞ്ഞല്ലോ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വല്ല റെക്കമെൻഡേഷൻസൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും ഗുഡ് നൈറ്റ്.